ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സുവിശേഷം പറയണമെന്ന് ഇങ്ങനെ എന്ന് ആഗ്രഹിക്കും, വീഡിയോ ഇടണം. പക്ഷേ ഓരോ സാഹചര്യത്തിൻ്റെ അകത്ത് ഇങ്ങനെ നീട്ടി അങ്ങ് വിടുവാണ്. കാരണം ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ രാവിലെ 6 മണി തൊട്ട് ഉച്ചയ്ക്ക് 2:15 വരെയും, രാവിലെ ഉച്ചയ്ക്ക് കയറുവാണെങ്കിൽ 1:30 മുതൽ രാത്രി 9:30 വരെയാണ് ഡ്യൂട്ടി വരുന്നത്. അപ്പം അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ചിലപ്പം വേറെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ അകത്ത് അങ്ങ് കുടുങ്ങി കിടക്കും. പിന്നെ എന്നാൽ പോലും ഒറ്റയ്ക്കായതുകൊണ്ട് എപ്പോഴും കൂടുതലും നസ്രായനോടോ തന്നെ സംസാരിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് കിട്ടുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം എൻ്റെ യൂട്യൂബിൽ ഷോർട്സ് വന്നാലും അല്ലെങ്കിൽ ഇൻസ്റ്റ തുറന്നാലും എപ്പോഴും ദേവദാസന്മാരായാലും വൈദികന്മാരായാലും ഇങ്ങനെ വചനം പറയുന്നതാണ് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടത് ഇങ്ങനെയാണ്, ലോകരാജ്യങ്ങളിലേക്ക് നമ്മളെ അയച്ചിരിക്കുന്നത് അല്ലെ, സുവിശേഷം പറയാൻ വേണ്ടിയിട്ടാണ്, നസറേയനായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ചെറിയ കാര്യങ്ങളൊക്കെ കുടുങ്ങിപ്പോയി കർത്താവിൻ്റെ ആ മഹത്വത്തിലേക്ക് നമ്മൾ പോകണം അല്ലേ. അപ്പോൾ ചെറിയ കാര്യങ്ങളിൽ കുടുങ്ങി കിടക്കുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് ആ സുവിശേഷം പറയാനുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് സുവിശേഷം എത്തിക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഒരു ഇത് അപ്പം എനിക്ക് എന്നോടാണെന്ന് തോന്നി. അപ്പം ഞാൻ മഞ്ജു ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഞാൻ ഇങ്ങനെ ഒരു കാര്യമാണ് കേട്ടത്. അപ്പം കാരണം എൻ്റെ ഒരു ഡയറി പോലെയാണ് മഞ്ജു ചേച്ചിയാണെങ്കിൽ എനിക്ക്, കാരണം അന്നുള്ള കാര്യങ്ങൾ ഞാൻ ചേച്ചിയുടെ അടുത്ത് ഓരോന്നും പറയാറുണ്ട്. അപ്പം ചേച്ചിയോട് ഞാൻ പറയും, ശരിയല്ലേ ചേച്ചി, ഞാനും ചെറിയ കാര്യങ്ങൾ കുടുങ്ങി കിടക്കും ഇങ്ങനെ അത് ഒക്കെ ഓർത്ത്. അപ്പം ശരിയാണ്. ഞാനപ്പോൾ ഇന്നെന്തായാലും ഞാൻ ഓർത്ത് ഇല്ല, അത് മാറ്റണം. കാരണം എൻ്റെ ദൗത്യം എന്ന് പറയുന്നത്, എൻ്റെ കടമ അല്ലെ, എന്നെ നസ്രായൻ ഈ ലോകത്തിലേക്ക് അയച്ചത് നസ്രായനായ യേശുക്രിസ്തുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ വേണ്ടിയിട്ട്. കാരണം ദൈവസാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാണ്, ഞാൻ ഒറ്റയ്ക്കല്ലാന്ന്. കാരണം ഞാൻ ഇസ്രായേലിൽ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ ഞാൻ കർത്താവിനോട് ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, കർത്താവ് നിന്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം, നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എന്നെ ഇസ്രായേലിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാറുള്ളൂ. അപ്പോൾ ഇവിടെ വന്നു, ദൈവത്തിന്റെ കൃപയിൽ എനിക്ക് ജോലി കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. പക്ഷെ ചില സാഹചര്യങ്ങളിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഞാൻ ആശ്രയിച്ചത് ദൈവത്തെയാണ്. ഓക്കെ, ഞാൻ ഇവിടെ നിൽക്കണം, പോകണം, എന്താന്നുള്ള ഒരു ഭയങ്കര ഒരു അവസ്ഥയെ കൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ടെന്ന്. കാരണം നസ്രയിൽ ആശ്രയിച്ചു കഴിഞ്ഞാലുള്ളൊരു വലിയൊരു കൃപ എന്താണെന്നറിയോ, നമ്മളെ മനസ്സിലാക്കുന്ന അല്ലെ നമ്മളെ സഹായിക്കുന്ന അതുപോലെ ആൾക്ക് കർത്താവായിട്ട് കൊണ്ടുവരും. മനസ്സിലായോ? അല്ലെ നമ്മളെ നന്മ ആഗ്രഹിക്കാത്ത അല്ലെ നമ്മളെ മാനസികമായി തകർക്കുന്ന ആരെയും കർത്താവ് നമ്മുടെ അടുത്തേക്ക് അടുപ്പിക്കത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കൃപ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരെ കർത്താവ് നമ്മുടെ കൂടെ കൊണ്ടുവരും, നമ്മളെ ആശ്വസിപ്പിക്കും. ഒരമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ എന്ന് പറയുന്നത് നസ്രായന്റെ വചനമാണ്. ആ വാക്ക് പാലിക്കുന്നത് കൊണ്ടാണ് നസ്രായൻ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മള് അതുപോലെ തന്നെ നമ്മൾ ഒറ്റയ്ക്കാണ്, നമ്മളെ സഹായിക്കാൻ ആരുമില്ല, നമ്മൾ അവിടെ അങ്ങനെയാണ് ഒന്നുമല്ല. ആശ്രയിക്കുന്നത് സർവശക്തനായ ദൈവത്തിലാണെന്ന് നമുക്ക് സ്വയം ബോധ്യം വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പിന്നെ സാഹചര്യങ്ങളോ അല്ലെ വ്യക്തികളോ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ദൈവമാണ് നമ്മുടെ സഹായം. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ആമേൻ, ഹല്ലേലൂയ. അപ്പൊ ഞാൻ എൻ്റെ കടമ അല്ലെ എൻ്റെ ദൗത്യം എന്ന് സുവിശേഷം പറയാന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇന്ന്, കാരണം ഒരാൾക്കെങ്കിലും, ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ ഒരാൾക്കെങ്കിലും ഇത് കണക്ട് ചെയ്യാന്നുള്ളതാണ്. ഏതെങ്കിലും വിഷമത്തിലിരിക്കുന്ന ഒരാൾ. കാരണം ഞാൻ സുവിശേഷം പറയുന്നത് മറ്റൊരാൾ കേട്ടിട്ട് അറിഞ്ഞു എന്നാ ഇത് അയാളോട് പറഞ്ഞേക്കാം എന്നതല്ല. എന്റെ ജീവിതത്തിലെ എന്റെ ദൈവത്തെ ഞാൻ അനുഭവിച്ചറിഞ്ഞത് കൊണ്ടാണ്. ഒറ്റപ്പെട്ട നിമിഷങ്ങളിൽ ദൂതന്മാരെ അയച്ച് സഹായിച്ച ആ ഒരു ദൈവത്തെ അല്ലെ കർത്താവിന്റെ സാന്നിധ്യം കൂടെ ഇരുന്നത് അറിഞ്ഞത് കൊണ്ടാട്ടോ ഞാൻ സുവിശേഷം പറയുന്നത്. അപ്പൊ ഞാൻ ഇന്നൊരു വചനം ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടതാ കേട്ടോ. അപ്പൊ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മലാക്കിയുടെ പുസ്തകമാണ്. പഴയ നിയമത്തിലെ പുസ്തകം അവസാനിക്കുന്നത് മലാക്കി പുസ്തകം ഇതാണ് കേട്ടോ. അപ്പൊ അതിന്റെ 4-ാം അധ്യായം 2-ാം വാക്യമാണ് കേട്ടോ ഞാൻ വായിക്കുന്നത്. എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ ലോകോപശാന്തിയോടുകൂടെ ഉദിക്കും. നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാടും. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ എന്നാ പശുക്കിടാക്കൾ തുള്ളിച്ചാടുന്നത് പോലെ നമ്മൾ തുള്ളിച്ചാടും. എപ്പോഴാ? നീതി സൂര്യൻ നമ്മുടെ നസ്രായനായ യേശുക്രിസ്തുവിന്റെ ചിറകിൻ കീഴിൽ നമ്മൾ ആയിരുന്നാൽ മാത്രം മതി. മനസ്സിലായോ? കർത്താവിനെ ഭയപ്പെടുക, വേറെ ആരെയും നമ്മൾ ഭയപ്പെടാനല്ല, അങ്ങനെ നമ്മൾക്ക് അങ്ങനെ ഒന്നുമില്ല. ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തെ സ്നേഹത്തിൽ നമ്മൾ ജീവിച്ച ആ ചിറകിന്റെ മറവിൽ അങ്ങ് ഇരുന്നാ മതി. പശുക്കിടാവിനെ പോലെ നമുക്ക് തുള്ളിച്ചാടും. അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ കർത്താവ് നമ്മളെ ആശ്വസിപ്പിക്കും. ഓക്കെ, അപ്പൊ എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ.